മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇന്നൊരു അച്ചാറുണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മാങ്ങ നമ്മുടെ പറമ്പത്ത് തന്നെ ഉണ്ട്. അമ്മ ഒരു തോട്ടിയൊക്കെ എടുത്ത് വരുന്നുണ്ട്. തോട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കൊക്കാന്ന് പറയും, എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി തോട്ടി എന്ന് പറയും. തോട്ടിയൊക്കെ എടുത്ത് ഇതാ മാങ്ങ, മാവിൻ്റെ മുകളിൽ മാങ്ങ പറിച്ച് താഴെ വീണ മാങ്ങയൊക്കെ ഞാനും നമിതയും കൂടി എല്ലാം പെറുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 മാങ്ങയാണ് നമ്മൾ ഇന്ന് അച്ചാറാക്കാൻ പോകുന്നത്. ഇഞ്ചിയും നമ്മളെ പറമ്പിൽ തന്നെ പറിക്കാനുണ്ടായിരുന്നു. അപ്പം ആ ഇഞ്ചിയെല്ലാം കിളച്ചെടുത്ത് അച്ചാറാക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങാൻ പോവാണ്. ഈ മാങ്ങ ആദ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്താൽ മാത്രം പോരാ, നന്നായിട്ട് കഴുകി മാങ്ങ നല്ല വൃത്തിയായിട്ട് വെള്ളമൊന്നുമില്ലാതെ തുടച്ചെടുക്കാൻ കൂടി വേണം. കാരണം വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാങ്ങ അച്ചാറുണ്ടാക്കിയത് വേഗം കേടുവരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളമൊന്നും ഇല്ലാതെ നല്ല തോർത്തിൽ നന്നായിട്ട് തുടച്ച് മാങ്ങ എടുത്ത് വെക്കുക. ഇനി നമുക്ക് അച്ചാറാക്കാൻ വേണ്ട വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ എടുത്ത് വൃത്തിയാക്കി വെക്കാം. അപ്പം ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തോല് കളഞ്ഞത് വാവാച്ചിയാണ് ഈ വീഡിയോ എടുത്തത്. അതുകൊണ്ടാണ് തലേൻ്റെ പകുതി ഭാഗം ഇല്ലാത്തത്. അവിടെ നിന്ന് എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും തലേൻ്റെ പകുതി ഭാഗമില്ല. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വൃത്തിയാക്കി. അപ്പോഴത്തേക്ക് അമ്മ വന്നിട്ട് മാങ്ങ ഇങ്ങനെ മുറിച്ചിടണ്ടെന്ന് കാണിച്ചു തന്നു കേട്ടോ. ചെറുതായിട്ട് മുറിച്ച് ഇടണം. അപ്പം ഞാൻ ആദ്യം മുറിച്ചപ്പോൾ കുറച്ച് വലുതായിപ്പോയി. അപ്പോൾ അമ്മ പറഞ്ഞു ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് വെളുത്തുള്ളി തോലുകളയിലും മാങ്ങ മുറിക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരുന്നു. ഇത്രയും ചെറുതായിട്ട് മാങ്ങ മുറിച്ചിടണം കേട്ടോ, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അച്ചാറുണ്ടാക്കാൻ വേറെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം. ഇത് വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചതാണ്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഇഞ്ചി നമുക്ക് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. വെളുത്തുള്ളി നമ്മൾ നടുവേ കീറിയത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് കറിവേപ്പിലാണ്. കറിവേപ്പില നന്നായിട്ട് വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് കായപ്പൊടിയാണ്. കായപ്പൊടിയും മുളക് പൊടിയും വേണേ. പിന്നെ വേണ്ടത് ഉലുവപ്പൊടിയാണ്. ഉലുവ മുന്നേ പൊടിച്ച് വെച്ചതാണിത്. ഉലുവപ്പൊടി നമുക്ക് വേണം. നമ്മൾ ഉപ്പ് മാങ്ങയിലേക്ക് ഇടുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് മാങ്ങയിലേക്ക് ഇട്ട് നന്നായിട്ട് മാങ്ങയിൽ മിക്സ് ചെയ്യുക. നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്യണം, കൈ ഉപയോഗിക്കരുത്. നമ്മൾ ഒരു തരത്തിലുള്ള ഈർപ്പ് വന്നിട്ട് ഉണ്ടാവാൻ പാടില്ല. മാങ്ങയില്ലെങ്കിൽ കേട് വരും. ഒരു സാധനം നേരത്തെ പറയാൻ മറന്നുപോയി. നമ്മൾ കടുക് പൊടിച്ചിട്ട് കടുക് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് അതിനകത്തേക്ക് തന്നെ ചേർത്തു. കടുകും കൂടി ചേർത്ത് പിന്നെ നമ്മൾ ബാക്കിയുള്ള പൊടികളൊക്കെ ചേർക്കുകയാണേ. ഇനി ഇടുന്നത് ഉലുവപ്പൊടിയാണ്. ഉലുവപ്പൊടി ആവശ്യത്തിന് ഇടുക. അമ്മ ഉണ്ടാക്കുന്നുണ്ട് എല്ലാം കൈയളവാണ്. ഇനി ഈ മാങ്ങയിലേക്ക് അവസാനമായിട്ട് ചേർക്കാൻ പോകുന്നത് കായപ്പൊടിയാണ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കായപ്പൊടിയാണ്. പൊടി ആവശ്യത്തിന് മാങ്ങയിലേക്ക് ചേർക്കുക. ഇനി ഇതെല്ലാം സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ആക്കുക. കൈ ഉപയോഗിക്കരുത്, സ്പൂൺ വെച്ച് മാത്രം നന്നായിട്ട് മിക്സ് ആക്കി വെക്കുക. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. നമ്മൾ പാത്രം വെച്ച് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. പാത്രത്തിലേക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട്. നല്ലെണ്ണ കുറച്ച് നല്ലോണം വേണം കേട്ടോ, എന്നെങ്കിലേ ഇത് മോശമാവാതിരിക്കുള്ളൂ. ചൂടായ നല്ലെണ്ണയിലേക്ക് നമ്മൾ കറിവേപ്പില ഇടുകയാണ്. ശ്രദ്ധിക്കണം, കൈയൊന്നും പൊള്ളരുത്. കറിവേപ്പില നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ലൊരു ക്രിപ്സി ആയിട്ട് കിട്ടൂലേ കറിവേപ്പില. ആ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ ഇഞ്ചി മുഴുവനായിട്ട് ആ എണ്ണയിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇഞ്ചിയൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിനകത്തേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി മുറിച്ച് വെച്ചതും പേസ്റ്റാക്കി വെച്ചതും രണ്ടും ഒരേ സമയം തന്നെ ചേർക്കാം കേട്ടോ. രണ്ടും ഒരേ സമയം തന്നെ എണ്ണയിലേക്ക് ചേർത്ത് നന്നായിട്ട് കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇഞ്ചി ഉള്ളതുകൊണ്ട് ചിലപ്പം ചൂടാവുമ്പം എണ്ണേൻ്റെ അടിയിൽ പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല മൂത്തൊരു ബ്രൗൺ കളറാവണം. അപ്പം ആ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ കറിവേപ്പിലൊക്കെ നല്ല പൊടിഞ്ഞ് ആ ഒരു പരുവത്തിലേക്ക് നമുക്ക് ഇളക്കുമ്പോൾ മനസ്സിലാവും. ആ ഒരു പരുവത്തിലേക്കായിട്ട് വരും. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ മൂത്ത് വന്ന സമയം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വീട്ടിൽ പൊടിച്ച മുളക് പൊടിയാണ്. ഇത് കാശ്മീരി മുളക് പൊടി കൊണ്ട് അത്ര എരിവ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ചേർക്കുന്നത്. അപ്പോൾ അതിട്ട് ഒരുപാട് വഴറ്റണം എന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ചൂടാക്കിയിട്ട് പൊടിച്ചതാണല്ലോ. അപ്പം വഴറ്റി അതിനകത്തേക്ക് നമ്മൾ നേരത്തെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങ അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കണം. ഒരുപാട് സമയം പിന്നെ തീ കത്തിച്ചിട്ട് വെക്കണമെന്നില്ല. കുറച്ച് സമയം ഇളക്കി സിമ്മിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ മാങ്ങ അച്ചാർ നമുക്ക് ഇന്നോ നാളെയോ ആയിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. ഒരു 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരിക. കാരണം നമ്മളിതിനകത്ത് വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. വിനാഗിരി ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാങ്ങയുടെ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങി വരണം. അത് 2 ദിവസം എടുക്കും. ഒരു കുപ്പിയിൽ ചൂട് മാറിയിട്ട് ഒരു കുപ്പിയിൽ അടച്ചു വെച്ച് ഒരു 2 ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു വിനാഗിരി ഉപയോഗിക്കുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ ചിലപ്പം നമ്മൾ ഈ അച്ചാർ ഒരുപാട് നാളത്തേക്ക് വെക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം പൂപ്പൽ പോലെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്.
വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാവില്ല, പക്ഷേ ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മളിത് കുപ്പിയിൽ തണിഞ്ഞ ശേഷം ചില്ലിൻ്റെ കുപ്പിയിലാക്കി വെക്കുമല്ലോ. അപ്പോൾ ആ ചില്ലിൻ്റെ കുപ്പിയിലാക്കി വെക്കുന്ന സമയത്ത് നല്ലെണ്ണ വേറെ ചൂടാക്കിയിട്ട് ആ ചൂട് തണിഞ്ഞ ശേഷം ഈ കുപ്പീൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ വരുന്ന നമുക്ക് അച്ചാറിൻ്റെ മുകളിലൊക്കെ കാണാമല്ലോ ഒരു വെള്ള പാട പോലെ, അങ്ങനെയൊന്നും വരാതെ പൂപ്പിലൊന്നും കെട്ടാതെ ഒരുപാട് നാളത്തേക്ക് നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അമ്മയുടെ ഈ അച്ചാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക.